ഞാൻ തങ്ങനോട് ചോദിച്ചു വീക്ക് ഇച്ചിരി ചോറ് കൊടുക്കാവോ. ഞാൻ എഗ് റൈസ് ഉണ്ടാക്കി, അപ്പം തങ്കു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇനി ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ ചിക്കൻ കറി വെക്കുമോ ഞാൻ. അപ്പം തങ്കു എന്നെ കഴിച്ചു. ബട്ടർ ചിക്കൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്. ബട്ടർ ചിക്കൻ പോലെയാണ്. ബട്ടർ ചിക്കൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയതാ. കൈപൊള്ളി. ഫ്രണ്ട്സ്, ദിസ് ഈസ് മാഗ്നിഫിസന്റ്. എങ്ങനെയാണ് പറയുന്നത് അറിയില്ല. അടിപൊളി ഫ്രണ്ട്സ്. ഒരു ഇച്ചിരി എരി പോലും ഇല്ല ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ ബ്രെഡും ചിക്കനും കഴിക്കുന്നത്. അപ്പം ഫ്രണ്ട്സ് ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ ഒരു ബ്രെഡും ഈ ചിക്കൻ കറിയും കൂടെ ഒന്ന് കഴിക്കണം. തങ്കു നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിക്കാതെ നമ്മളുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ച് നമുക്ക് ടേസ്റ്റ് എന്തുവാ ടേസ്റ്റ് ഇല്ലാത്ത എന്തോ ഇതൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. വല്ലപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആഹാരത്തിൻ്റെ ആ ടേസ്റ്റും ഒക്കെ അറിയാൻ പറ്റും. നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പോൾ നല്ല ടേസ്റ്റ് അതുകൊണ്ട് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ. പിന്നെ ഡയറ്റും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.